എല്ലാവർക്കും നമസ്തേ. വൈശാഖ മാസാചരണത്തോടനുബന്ധിച്ച് താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം TVRCയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ശങ്കരദർശനം വെബിനാർ ഇന്ന് 15-ാം ദിനം, വർഷം 1201, മേടം 19, വൈശാഖം 15. എൻ്റെ പേര് ഗിരീഷ് കുമാർ, പൂജാപഠനം ബാച്ച് 5 പഠിതാവാണ്. ഇന്നത്തെ വെബിനാറിന് തുടക്കമായിട്ട് ആദ്യം പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അതിനായി കൃഷ്ണജയെ ക്ഷണിക്കുന്നു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവി സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. നമുക്ക് അടുത്തതായിട്ട് ഇന്നത്തെ വെബിനാറിന്റെ സ്വാഗത ചെയ്യാനായിട്ട് ശ്രീ സുദേവൻ എടമനയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളോട് സംവദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് സമ്പോധ് ഫൗണ്ടേഷൻ തൃശൂർ ഘടകത്തിന്റെ ആചാര്യൻ സംപൂജ്യ പ്രണവാനന്ദ സരസ്വതിയാണ്. സ്വാമിജിയെ ആദ്യമായി ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് പ്രഭാഷണം ശ്രവിക്കാനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്തേ. നമുക്ക് അടുത്തതായിട്ട് അധ്യക്ഷനായിട്ട് നമുക്കിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ മനോജ് കുമാറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് സംപൂജ്യ സ്വാമിജി പ്രണവാനന്ദ സരസ്വതിക്കും സ്വാഗതം. ശ്രവിക്കാനായി എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വൈശാഖ കാലത്ത് ശങ്കരദർശനം എന്ന ഈ വെബിനാർ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ബാച്ചിലെ പഠിതാവുമായ ശ്രീ സൂചിപ്പിച്ചതുപോലെ ഈ TVSRC അഥവാ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം അനുദിനം ഓരോ കാര്യക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സജ്ജനങ്ങളുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടെന്ന് കണക്കാക്കുന്നു. എന്നാൽ അതാണ് ഈ വർദ്ധിച്ച പങ്കാളിത്തത്തിനും കാരണം. തുടർന്നും എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. താന്ത്രിക വൈദിക പഠന ഗവേഷണത്തെ കുറിച്ച് 2 വാക്ക്. ഒരു കോവിഡ് കാലത്ത് ഈ നവമാധ്യമമായ ഈ ഗൂഗിൾ മീറ്റ് വഴി തുടങ്ങിവെച്ച ഗുരുനാഥൻ ഇറാഞ്ചേരി ഹരിഗോവിന്ദനപുരി തുടങ്ങിവെച്ച ഈ പൂജാപഠന ക്ലാസ്സിനോടനുബന്ധിച്ച് ഇപ്പോഴ് 10-11 ബാച്ച് വരെ പൂജാപഠനം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മൾ ഓഫ്ലൈനായിട്ട്, അതായത് നേരിട്ടും കൊച്ചുകുട്ടികൾക്കായിട്ടുള്ള പൂജാ ക്യാമ്പ് ഇപ്പോൾ നിലവിൽ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ മൂല്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഇതെല്ലാം സംരക്ഷിക്കുവാനായിട്ട് ഒരു എളിയ ശ്രമം എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയിട്ടുള്ളതാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ TVSRCയുടെ മറ്റൊരു പ്രോഗ്രാമാണ് നക്ഷത്ര വൃക്ഷ പദ്ധതി. അതിനും ഈ വൈശാഖകാലത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് സജ്ജനങ്ങൾക്ക് അവരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലത്തോ അത് നട്ടുപരിപാലിക്കാൻ കഴിവുള്ളവര് TVSRC സംഘടനയുമായിട്ട് ബന്ധപ്പെടുക. സൗജന്യമായിട്ട് അതിൻ്റെ തൈകൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. അതിന് കോർഡിനേറ്ററെ ബന്ധപ്പെടുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും പിന്തുണ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള വെബിനാറുകളുടെയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വാമിജിയെ നമസ്കരിച്ചുകൊണ്ട്
എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമസ്കാരം. നമസ്തേ. നമുക്ക് അടുത്തതായിട്ട് സ്വാമിജിയുടെ ആ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന സാധനാ പഞ്ചകം എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്നും അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്നത്. സ്വാമിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി നഃ പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വൻ ബുദ്ധിഭിः സീദസാദനം. മഹാഗണപതയേ നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം അജ്ഞാനാന്തർഗഹനപതിതാനാത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോർമൂലതോ നിഷ്പതന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യാത്രയിലാണ്, കാറില് സ്വാമിജിയോടൊപ്പം ദ്വാദശ ജ്യോതിർലിംഗ യാത്രയിലാണ്. അപ്പൊ ഇന്ന് രാത്രി തന്നെ ത്രയംബകേശ്വരത്തേക്ക് എത്തേണ്ടതുണ്ട്, കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് യാത്ര വാഹനത്തിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ആക്കുകയാണ്, കാരണം അതിങ്ങനെ ഇളകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് ഓഡിയോ ഞാൻ ഓൺ ആക്കി വെക്കാം. ചിലപ്പം നെറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും കട്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാലും മതി കേട്ടോ. ഹരി ഓം. ഇന്നലെ നമ്മള് സാധനാ പഞ്ചകം എന്താണ് എന്ന് മനസ്സിലാക്കിയായിരുന്നു. അതില് സാധന, സാധ്യം, സാധകര് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം ഈ സാധനാ പഞ്ചകത്തിന് തന്നെ ഉപദേശ പഞ്ചരത്നം എന്നും അതുപോലെ തന്നെ സോപാന പഞ്ചകം എന്നും പേരുണ്ട്. ഇത് നമ്മെ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിയിലേക്ക് പടിപടിയായി ഉയർത്തുന്നത് കൊണ്ട് സോപാന പഞ്ചകം എന്ന പേര് മോക്ഷമാവുന്ന ശ്രീകോവിലിലേക്ക് നമ്മെ ഉയർത്തുന്നു. 40 പടികളാണ് ഇതിനുള്ളത്. 5 ശ്ലോകങ്ങളിലായിട്ട് 8 ഉപദേശം എന്ന ക്രമത്തിൽ ആകെ 40 പടികൾ അല്ലെങ്കിൽ 40 ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് ഉള്ളത്. മുമുക്ഷുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉപദേശം. സാധകന്മാരാണ്. സാധ്യം ദുഃഖ നിവൃത്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. ഇത് ആചാര്യസ്വാമികൾ രചിച്ചിട്ടുള്ള പ്രകരണ ഗ്രന്ഥത്തിൽ വരുന്നതാണ്. പ്രകരണ ഗ്രന്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് നമ്മൾ ശ്ലോകത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ ആദ്യത്തെ നിർദ്ദേശം വേദത്തെ നിത്യവും അധ്യയനം ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ശാസ്ത്രത്തെ, ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒന്നിനെ ദിവസവും ഒരു അരമണിക്കൂർ നേരെങ്കിലും ചുരുങ്ങിയത് അധ്യയനം ചെയ്യുക, മനനം ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കി. വേദത്തെ അധ്യയനം ചെയ്യണമെന്നാണ്. തുടർന്ന് പറഞ്ഞത് വേദത്തിനനുസരിച്ച് കർമ്മത്തെ അനുഷ്ഠിക്കണം. കർമ്മങ്ങൾ 4 വിധമാണ് വേദം നിർദ്ദേശിച്ചിട്ടുള്ളത്. നിത്യ, നൈമിത്തിക, കാമ്യ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ള കർമ്മങ്ങളെ അടുത്ത പടിയായിട്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. ഈശ്വരൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാവമാണ് ഈശ്വരാർപ്പണ കർമ്മം. പിന്നീട്
കാമ്യേ മതിസ്ത്യജ്യത, കാമ്യ ബുദ്ധിയെ ത്യജിക്കണം, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ളതും കണ്ടു. അങ്ങനെ പടിപടിയായി വരുന്ന സമയത്ത് നമ്മളിലെ പാപക്കൂട്ടം കഴുകി പോകുന്നു എന്ന് മനസ്സിലാക്കി. നമ്മളുടെ അന്ധകരണം താരതമ്യേന ശാന്തമായിട്ട് വരുന്നു, രാഗദ്വേഷങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. അടുത്ത നിർദ്ദേശം ഭവസുഖേ ദോഷോനുസന്ധീയത. ഭവസുഖം എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങള്, അവയിലെ ദോഷത്തെ കാണണം. അത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. എങ്ങനെയാണ് ദോഷത്തെ കാണുന്നത്? ഇപ്പോൾ നമ്മൾ അധ്യസിക്കുകയാണ്, അതിൽ സുഖമുണ്ട് എന്ന് നമ്മൾ അധ്യസിക്കുകയാണ്. നമ്മുടെ സങ്കല്പമാണ് അതിലെ സുഖത്തെ കൽപ്പിക്കുന്നത്. അതിനെടുത്ത് മാറ്റണം എന്നുള്ളതാണ് നിർദ്ദേശം. തുടർന്ന് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരാള് ഞാൻ ആരാണെന്ന് അറിയാനുള്ള ഇച്ഛയെ പുലർത്തണം, തീവ്രമായ ഇച്ഛയെ പുലർത്തണം. ആത്മേച്ഛ വ്യവസീയതാം. തുടർന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. നിജഗൃഹ തൂർണം വിനിർഗമ്യത. അങ്ങനെയുള്ള ഒരു മോക്ഷു വീട് വിട്ട് ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിലുള്ള 8 ഉപദേശങ്ങൾ. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകത്തില് അങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ അവിടെ ഇവിടെയും കറങ്ങി നടന്ന് തെറ്റായ വഴിയിലേക്ക് നീങ്ങരുത്. ഒരു തീവ്ര വൈരാഗ്യത്തിലൊക്കെ വീട് വിട്ട് ഇറങ്ങി, പക്ഷേ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള തീവ്ര വൈരാഗ്യം, പക്ഷെ അത് ഉറച്ചു വന്നിട്ടുണ്ടാവില്ല, പിന്നീട് പല വഴിക്ക് ഇറങ്ങി പോവാൻ കാരണമാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ഇനി തിരിച്ചു പോകാനും പറ്റില്ല, ലക്ഷ്യത്തിലെത്തിയതുമില്ല എന്നുള്ള രീതിയിൽ കറങ്ങിക്കൂടാ. അപ്പോൾ ഒരു വോയിസ് കേൾക്കാമോ? ഹരി ഓം. കേൾക്കാം. റേഞ്ച് പോയിട്ട് കട്ടായി പോയി. അതെ അതെ. സദ്വിദ്വാൻ ഉപസർപ്യതാം പ്രതിദിനം തത് പാതുകാസേവത. അത്രയും ഭാഗം നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ഗുരുവിനെ സമീപിച്ച് സേവയും നമസ്കാരത്തെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുരുവിനോട് ചോദ്യം ചോദിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോകരുത്. ഗുരുക്കന്മാരോട് ചോദ്യം ചോദിക്കാമോ എന്നാണ്. സത്യത്തിൽ ഗുരുവിനോട് ചോദ്യം ചോദിക്കണം. അപ്പോഴാണ് ഗുരുവിന് സന്തോഷം ഉണ്ടാവുക. എന്താ ചോദിക്കേണ്ടത്? ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം. പലപ്പോഴും ഗുരുക്കന്മാരോട് നമ്മള് പോയിട്ട് അങ്ങയുടെ വീട് എവിടെയാണ്, പൂർവാശ്രമം എവിടെയാണ് എന്നൊക്കെയാണ് ചോദിക്കുക. അതിന് പകരം ആചാര്യന്മാര് പറഞ്ഞുതരും, ഗുരുനാഥന്മാര് പറഞ്ഞുതരും, ഞാൻ ആരാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്, അല്ലാണ്ട് ഗുരു ആരാണ് എന്നല്ല അന്വേഷിക്കേണ്ടത്. അതുപോലെ നാട്ടുകാരോട് പോയിട്ട് ഞാൻ ആരാണെന്ന് അന്വേഷിക്കരുത്, നിങ്ങൾ ആരാണെന്ന് എന്ന് അന്വേഷിക്കണം. ആ ഒരു വിവേകം നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്ന് ആചാര്യന്മാര് പറയും. ഇവിടെ ചോദിക്കാൻ പറഞ്ഞത് എന്താണ്? ബ്രഹ്മേകാക്ഷരമർത്ഥ്യതാം. എന്താണ് ബ്രഹ്മ ഏകാക്ഷരം എന്ന് പറഞ്ഞാല്? ജീവബ്രഹ്മ ഐക്യത്തെ ഒരു വാക്യത്തിലൂടെ
ഉപദേശിക്കുന്നതിനെയാണ് ബ്രഹ്മൈകാക്ഷരം എന്നുള്ളത് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മൈകാക്ഷരം അർത്ഥ്യതാം. എന്താണ് ബ്രഹ്മം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കണം. അതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ബ്രഹ്മൈകാക്ഷരം അർത്ഥ്യതാം. അപ്പൊ ഗുരു നമുക്ക് അതിനെ ഉപദേശിക്കും. ജീവബ്രഹ്മ ഐക്യത്തെ ഒരു വാക്യത്തിൽ ഉപദേശിക്കുന്നതിനെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മഹാവാക്യത്തെ ചോദിക്കണം എന്നാണ് അവിടുത്തെ സന്ദേശം. ബ്രഹ്മൈകാക്ഷരം അർത്ഥ്യതാം. അപ്പൊ ഗുരു എന്ത് പറയും? ശ്രുതി ശിരോ വാക്യം സമാകർണ്യത. ഗുരുവിന്റെ ഉപദേശം ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു നമുക്ക് ഉപദേശത്തെ തരും. എന്താ ഉപദേശിക്കുക? ശ്രുതി ശിര വാക്യം. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. വേദത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് വേദാന്തമാണ്. വേദാന്തം. വേദാന്തത്തിലുള്ള വാക്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള മഹാവാക്യങ്ങള്. ശ്രുതി ശിരോ വാക്യം സമാകർണ്യത. നല്ല പോലെ കേട്ടാലും എന്നാണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരം പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. വെറുതെ ചോദ്യം ചോദിക്കരുത്. ഗുരുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുക, അല്ലെ തന്റെ അളവിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ഗുരുവിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് കേൾക്കണം. ഗുരുവാക്യങ്ങളെ നന്നായിട്ട് ശ്രവിക്കണം. ശ്രുതി ശിരോ വാക്യം സമാകർണ്യത. മഹാവാക്യങ്ങൾ അനേകം ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും 4 വേദങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ആചാര്യന്മാര് 4 മഹാവാക്യങ്ങളെ ഉപദേശിക്കും. 4 മഹാവാക്യങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഋഗ്വേദത്തില് അന്തർഹിതമായിട്ടുള്ള ഐതരേയോപനിഷത്തിലുള്ളതാണ് പ്രസിദ്ധമായിട്ടുള്ള പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള മഹാവാക്യം. അതുപോലെ തന്നെ യജുർവേദത്തില് ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്നതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യം. സാമവേദത്തില് ശാന്തോക്യ ഉപനിഷത്തിൽ വരുന്നതാണ് പ്രസിദ്ധമായിട്ടുള്ള തത്വമസി മഹാവാക്യം. അതുപോലെ തന്നെ അഥർവവേദത്തില് മാണ്ഡൂക്യ ഉപനിഷത്തില് ഉള്ളതാണ് അയം ആത്മാ ബ്രഹ്മ എന്നുള്ള വാക്യം. ഇതാണ് മഹാവാക്യം. ഈ മഹാവാക്യത്തെ ഗുരു ഉപദേശിക്കും. അതിനെ നന്നായിട്ട് കേൾക്കണം. ശ്രുതി ശിരോ വാക്യം സമാകർണത. 4 വാക്യത്തിന്റെയും അർത്ഥം ഒന്നാണ്. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് അതിന്റെ ലക്ഷ്യാർത്ഥം ജീവൻ എന്നാണ്. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥം വരും. പ്രജ്ഞാനം ബ്രഹ്മ, ജീവാത്മാവ് ബ്രഹ്മമാകുന്നു എന്നുള്ളതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള മഹാവാക്യത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി, ജീവാത്മാവ്. അഹം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനാണ് ഉദ്ദേശിക്കുന്നത്. ജീവാത്മാവ് ബ്രഹ്മമാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തില് അഭിമാനിക്കുന്ന ചൈതന്യത്തിന് പറയുന്ന പേരാണ് ജീവാത്മാവ്. ആ ജീവാത്മാവ് വാസ്തവത്തിൽ ബ്രഹ്മമാണ് എന്നുള്ളതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള വാക്യത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ തത്വമസി എന്നുള്ള മഹാവാക്യത്തിന്റെ അർത്ഥം അത് തന്നെയാണ്. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ത്വം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, അസി എന്ന് പറഞ്ഞാൽ ആകുന്നു. ഇനി അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഗുരു ചൂണ്ടി പറയാണ് ഈ ആത്മാവ് ജീവാത്മാവ് ബ്രഹ്മമാകുന്നു. ഇതാണ് 4 മഹാവാക്യങ്ങളുടെ അർത്ഥം. ഇതാണ് ഗുരുവിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ശ്രുതി ശിരോ വാക്യം സമാകർണ്യത. അതിനുശേഷം എന്ത് വേണം? ഉപദേശം കിട്ടി. ഇനി അതിനെന്ത് വേണം? വിചാരം ചെയ്യണം. അതാണ് 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിര പക്ഷ സമാശ്രീയതാം ദുസ്തർക്കാസു വിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം ബ്രഹ്മാസ്മീതി വിഭാവ്യതാം അഹരഹർ ഗർവ പരിത്യജ്യതാം ദേഹോഹം മതിരുജ്യതാം ബുധജനേർ വാദ പരിത്യജ്യതാം. ഇതാണ് 3ാമത്തെ ശ്ലോകത്തിലുള്ള 8 ഉപദേശം. അപ്പൊ ഗുരുവിൽ നിന്ന് മഹാവാക്യത്തെ ശ്രവിച്ചു കഴിഞ്ഞാൽ അതിനെ വിചാരം ചെയ്യണം. വാക്യാർത്ഥത്തെ വിചാരം ചെയ്യണം. ആദ്യം പദാർത്ഥത്തെ ഗ്രഹിക്കണം. ഇപ്പൊ തത്വമസി തുടങ്ങിയ വാക്യത്തിലെ 3 പദങ്ങളുണ്ട്. തത്, ത്വം, അസി. അപ്പൊ തത് എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം അത് എന്നാണ്. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. അസി എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. കൂടാതെ അതിന്റെ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കണം.
ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കണം. അത് വിസ്തരിച്ച് പഠിക്കേണ്ട ഭാഗമാണ്. അപ്പൊ തത് ത്വം അസി എന്നുള്ളതിനെ വിചാരം ചെയ്യണം, മനനം ചെയ്യണം. വാക്യാർത്ഥത്തെ പദാർത്ഥത്തെ മനസ്സിലാക്കണം, വാക്യാർത്ഥത്തെ മനസ്സിലാക്കണം, തുടർന്ന് ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കണം. അങ്ങനെ ചില പ്രോസസ്സുകളൊക്കെ ഈ മഹാവാക്യത്തെ മനനം ചെയ്യുന്നതിന് വേണ്ടതായിട്ടുണ്ട്. അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം. വാക്യാർത്ഥശ്ച വിചാര്യതാം എന്ന് പറഞ്ഞാൽ ജീവൻ എങ്ങനെയാണ് ബ്രഹ്മമാവുക? ജീവൻ പരിമിതനാണ്, അല്പജ്ഞാനിയാണ്, അല്പശക്തിമാനാണ്, അല്പവ്യാപിയാണ്. നമ്മൾ വളരെ ചുരുങ്ങിയ പ്രദേശത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള പരിമിതികളുണ്ട്. എന്നാൽ ബ്രഹ്മമാകട്ടെ അല്ലെങ്കിൽ ഈശ്വരനാകട്ടെ സർവജ്ഞനാണ്, സർവശക്തിമാനാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ജീവൻ ഈശ്വരനാവുന്നത് എന്നുള്ള സംശയം വരും. അപ്പൊ വാക്യാർത്ഥം യോജിക്കാതെ വരുന്ന സമയത്ത് ലക്ഷ്യാർത്ഥം എടുക്കണം. ലക്ഷ്യാർത്ഥം എടുക്കുന്നതിന് ചില ലക്ഷണാവൃത്തികളൊക്കെ ഉപയോഗിക്കണം. ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രക്രിയ ചെയ്യുന്നതിനെയാണ് വാക്യാർത്ഥശ്ച വിചാര്യതാം എന്ന് പറഞ്ഞത്. മഹാവാക്യോപദേശത്തെ നന്നായിട്ട് വിചാരം ചെയ്യണം. ഇനി അങ്ങനെ വിചാരം ചെയ്യുന്ന സമയത്ത് തെറ്റായ വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. റോങ് ഡയറക്ഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ മാർഗം ശരിയായ രീതിയിൽ ആകുന്നതിന് വേണ്ടിയിട്ട് ശ്രുതിശിരപക്ഷ സമാശ്രീയത, ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേദാന്ത വാക്യങ്ങളെ അനുസരിക്കുന്ന ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചു കൊണ്ട് വേണം വിചാരം. അല്ലെങ്കിൽ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിപ്പോവും. അപ്പൊ അതിന് പല പല പ്രക്രിയകളുണ്ട്. അവിടെ ശ്രുതിയെ എന്ന് പറഞ്ഞാല് ഇപ്പൊ വേദാന്തത്തെ തന്നെ അതിനനുസരിച്ച് കൊണ്ട് വേണം വിചാരിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ പുരുഷൻ എന്നുള്ളൊരു ശബ്ദം ഉണ്ടെന്ന് കാര്യം. പുരുഷൻ എന്നുള്ള ശബ്ദം വേദാന്തത്തില് അർത്ഥം ഒരു പുരുഷനേ ഉള്ളൂ. പക്ഷെ സാഖ്യത്തിലേക്ക് വരുന്ന സമയത്ത് അനേക പുരുഷന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് വേദാന്തത്തെ വിചാരം ചെയ്യുന്ന സമയത്ത് സാഖ്യത്തെ പിൻപറ്റുന്ന ഗ്രന്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വിചാരം ചെയ്യാൻ പാടില്ല. അതിനാണ് ശ്രുതിശിരപക്ഷ സമാശ്രീയതാം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് പഞ്ചദശി അല്ലെങ്കിൽ പഞ്ചകോശ വിവേകം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച്, അതുപോലെ തന്നെ ദൃഗ്ദൃശ്യ വിവേകം, അവസ്ഥാത്രയ വിവേകം തുടങ്ങിയ ആ പ്രക്രിയയിലൂടെ വേണം ഈ മഹാവാക്യത്തെ വിചാരം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള കൺക്ലൂഷനിലൊക്കെ എത്തിയപ്പോൾ സംഭവിച്ചുകൂടാ. അത് വേദാന്തത്തെ അനുസരിക്കുന്ന പ്രകടന ഗ്രന്ഥങ്ങൾ, അനേക ഗ്രന്ഥങ്ങൾ ആചാര്യന്മാർ തന്നിട്ടുണ്ട്. അതിനെ പിൻപറ്റിക്കൊണ്ട് വേണം ഈ മനനത്തെ ചെയ്യേണ്ടത്. ശ്രുതിശിരപക്ഷ. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ അറിവ് വന്നു കഴിഞ്ഞാൽ തർക്കിക്കാൻ തോന്നും. അങ്ങനെ തർക്കത്തിലേക്ക് പോയിക്കൂടാ. കാരണം അതുകൊണ്ട് ദുസ്തർക്കാത് സുവിരമ്യതാം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതിന് സ്വാമിജിമാര് പറയുന്നൊരു ഉദാഹരണം, കുറച്ചൊക്കെ കളരി പഠിച്ച ആള് പിന്നെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കളരി അഭ്യാസം മറ്റുള്ളവരുടെ നെഞ്ചത്തേക്കൊക്കെ കളിക്കും. പക്ഷെ നല്ല തഴക്കവും പഴക്കവും വന്ന ആശാന്മാരൊക്കെ ആണെങ്കിൽ അവര് കളരി പഠിച്ചു എന്ന് പോലും തോന്നില്ല. അതുകൊണ്ട് ദുസ്തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ദുസ്തർക്കാത് സുവിരമ്യത, മാറി നിൽക്കൂ. പിന്നെ എന്ത് വേണം? ശ്രുതിമതസ്തർക്കോനുസന്ധീയത, ശ്രുതിയെ പിൻപറ്റിക്കൊണ്ട് ശ്രുതിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ശ്രുതിമത തർക്കങ്ങൾ. തർക്കം എന്ന് പറഞ്ഞാൽ വിചാരമാണ്. വീണ്ടും വീണ്ടും വിചാരം ചെയ്യുന്നതിനാണ് തർക്കം എന്ന് പറയുന്നത്. ശ്രുതിയെ പിൻപറ്റിക്കൊണ്ടുള്ള തർക്കത്തിൽ വിചാരം ചെയ്യും. എങ്ങനെ ഞാൻ ഈശ്വരനാവും? ഞാൻ ഈശ്വരനാണ് എന്നുള്ളത് നിഷേധിക്കല്ല വേണ്ടത്. ശ്രുതി നമ്മളോട് കാരുണ്യപൂർവം നീ ആനന്ദ സ്വരൂപിയാണ് എന്ന് പറയുന്ന സമയത്ത്, നീ ബ്രഹ്മമാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എന്റെ സ്വരൂപം ആനന്ദമാണ്, ദുഃഖമില്ലായ്മയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ അനുഭവം അതിന് വിപരീതവുമാണ്. അപ്പൊ ഈ ഒരു സംശയത്തെ നീക്കാനാണ് നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളെയൊക്കെ പിൻപറ്റിക്കൊണ്ട് വിചാരം ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് ശ്രുതി അങ്ങനെ പറഞ്ഞാലും നമ്മുടെ ജീവിതാനുഭവത്തിൽ ദുഃഖവും കഷ്ടപ്പാടുകളും ഒക്കെയാണ്. അപ്പൊ അതെങ്ങനെ ശരിയാവും?
അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും, ശ്രുതി പറഞ്ഞതൊക്കെ കളവാണ് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് പിൻവാങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വേണം, ശ്രുതിയെ ആശ്രയിച്ചു കൊണ്ടുള്ള വിചാരത്തില് മുതിരണം, വീണ്ടും വീണ്ടും വിചാരം ചെയ്യണം. എന്തുകൊണ്ടാണ് ശ്രുതി അങ്ങനെ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയതിൽ എവിടെയാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. ശ്രുതി ഒരിക്കലും നമ്മളെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കിയതിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരം ചെയ്യണം. ശ്രുതി മത തർക്കോനു സന്ധീയതാം. അങ്ങനെ നമുക്ക് ഈ മനനത്തിന്റെ ഭാഗമായിട്ട്, ശ്രവണം മനനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിലേക്കൊരു എന്താ പറയാ ഉറപ്പ് ലഭിക്കും. അതിനുശേഷം എന്ത് വേണം, ബ്രഹ്മാസ്മീതി വിഭാവ്യതാം. ബ്രഹ്മമാണ് ഞാൻ, ആ ബോധമാണ് ഞാൻ, ശരീരാദികളല്ല എന്ന് നിരന്തരം ഭാവനയെ ചെയ്യണം. ഞാൻ ആനന്ദ സ്വരൂപിയാണ് എന്ന് നമ്മൾ വിചാരം ചെയ്യണം. ഞാൻ എപ്പോഴും ഞാൻ ദുഃഖിയാണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ദുഃഖം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിന് പകരം ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആനന്ദ സ്വരൂപിയാണ്, ഐ ആം ഓക്കെ എന്നുള്ള ഭാവത്തെ നിരന്തരം പുലർത്തണം. ബ്രഹ്മാസ്മീതി വിഭാവ്യതാം. ഒരു ഉപനിഷത്തിൽ പറയുന്നുണ്ട്, മന ഏവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോഹോ. നമ്മുടെ ബന്ധത്തിനും നമ്മുടെ കഷ്ടപ്പാടുകൾക്കും നമ്മുടെ സുഖത്തിനും മോക്ഷത്തിനും കാരണം വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് തന്നെയാണ്, അല്ലാതെ പുറമേയുള്ള ആരോ ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ഞാൻ ആനന്ദ സ്വരൂപിയാണ് എന്ന് വിചാരിക്കുന്ന ആള് ആനന്ദ സ്വരൂപിയാണ്, ഞാൻ മോചിതനാണ് എന്ന് കരുതുന്ന ആള് മോചിതനാണ്, ഞാൻ ബന്ധനസ്ഥനാണെന്ന് കരുതുന്ന ആള് ബന്ധനസ്ഥനാണ്. കാരണം നമ്മുടെ മനസ്സാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. വാസ്തവത്തിൽ ബന്ധമോക്ഷങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. പക്ഷെ അജ്ഞാനം കൊണ്ട് അങ്ങനെ, മായ കൊണ്ട് അങ്ങനെ തോന്നുന്നു. അതിന് മറുപടിയായിട്ടുള്ള ആന്റിഡോട്ടാണ് ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആനന്ദ സ്വരൂപിയാണെന്ന് നിരന്തരം ഭാവന ചെയ്യൂ. ബോധാനന്ദ സ്വാമിജി പറയും, വെൻ യു ഫേക്ക് യു മേക്ക് ഇറ്റ്, വെൻ യു ഫേക്ക് ഇറ്റ് യു മേക്ക് ഇറ്റ് എന്ന പ്രയോഗം നമ്മുടെ ഗുരുനാഥൻ ബോധാനന്ദ സ്വാമിജി പറയാറുണ്ട്. അപ്പൊ നിരന്തരം ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആനന്ദ സ്വരൂപിയാണ്, ഐ ആം ഓക്കെ, ഐ ആം ഓൾ റൈറ്റ് എന്നുള്ളത് നിരന്തരം ഭാവന ചെയ്യും. ബ്രഹ്മാസ്മീതി വിഭാവ്യതാം. പിന്നെന്ത് വേണം, അഹരഹർ ഗർവ പരിത്യജ്യതാം. നമ്മൾ ഭാവന ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ശരീരാദികളാണ് എന്ന് തോന്നും. എന്റെ സൗന്ദര്യത്തില്, എന്റെ എന്റെ അറിവില്, അങ്ങനെ എന്റെ പല കഴിവുകളിലൊക്കെ ഈ ഗർവ് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ ഈ സൗന്ദര്യമാവട്ടെ അല്ലെങ്കിൽ കഴിവുകളാവട്ടെ, അതൊക്കെ വാസ്തവത്തിൽ ഭഗവാന്റെ അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ് എന്ന് വിചാരിക്കണം. എന്നിട്ട് ഗർവിനെ പരിത്യജിക്കണം. ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്, എന്റെ കഴിവ് കൊണ്ടാണ് എന്നാണ് ഇപ്പൊ നമ്മുടെ പല കർമ്മങ്ങളിലും വിചാരിക്കുന്നത്. അതിന് അഹരഹർ ദിനംതോറും ഈ ഗർവിനെ പരിത്യജിക്കണം. ഇപ്പൊ ശരീരത്തിലാണല്ലോ നമുക്ക് ഗർവ്. വാസ്തവത്തിൽ ശരീരം എന്താണ് എന്ന് വിചാരം ചെയ്യാം, മലമൂത്ര സഞ്ചിയാണ് എന്ന് വിചാരം ചെയ്യാം. മാത്രമല്ല, ഈ ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ, സിസ്റ്റത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എനിക്കൊന്നും തന്നെ സാധിക്കില്ല എന്നൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും ഈ ഒരു ഭാവനയെ പുലർത്തണം. അഹരഹ ഗർവ പരിത്യജ്യതാം എന്നുള്ളതാണ് അടുത്ത ഉപദേശം. വിഭാവ്യതാം അഹരഹ ഗർവ പരിത്യജ്യതാം. തുടർന്നോ, ദേഹോഹം മതിരുജ്യതാം. ദേഹോഹം, ഞാൻ ഈ ദേഹമാണ് എന്നുള്ള ബുദ്ധിയെ ഉപേക്ഷിച്ചാലും, ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധിയെ ഉപേക്ഷിച്ചാലും. വാസ്തവത്തില് അത്ഭുതമാണ്, നമ്മൾക്ക് ആചാര്യന്മാരോ നമ്മുടെ ഗ്രന്ഥങ്ങളോ ഒന്നും നമ്മൾ ദേഹമാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, ആരും ഉപദേശിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അങ്ങനെ തോന്നുകയാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന് അങ്ങോട്ട് അറിയാതെ തോന്നുകയാണ്. അത് ഈ മായയുടെ ശക്തിയാണ്. മായ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള അർത്ഥം ഞാൻ ഈ ശരീരമാണ് എന്ന് തോന്നിക്കുന്ന ശക്തിയാണ്. വാസ്തവത്തിൽ ശരീരം ഞാനല്ല എന്ന് നമുക്ക് അറിയാം. ശരീരം എന്റേതാണ്. എന്റേത് എന്ന് പറയുന്നത് ഞാനാകാൻ വഴിയില്ല. പക്ഷെ മായാശക്തി കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. ദേഹോഹം മതി നമുക്ക് തോന്നുകയാണ്. അതിന് നമ്മൾ നിരന്തര വിചാരം കൊണ്ട് ഉപേക്ഷിക്കേണ്ടതാണ്. ദേഹം എന്റേതാണ്. ദേഹം എനിക്ക് ദൃശ്യമാണ്, എന്നാൽ അറിയപ്പെടുന്നതാണ്. എന്നാൽ അറിയപ്പെടുന്നത് എനിക്ക് ദൃശ്യമായതൊന്നും ഞാനാകാൻ സാധ്യതയില്ല. എന്റെ ശരീരം എനിക്ക് ദൃശ്യമാണ്, എനിക്ക് കാണാൻ വേണ്ടി സാധിക്കും, തൊടാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഈ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ നമ്മള് അതിനോടുള്ള ഒട്ടല് കുറച്ചു കൊണ്ടുവരണം. ദേഹോഹം മതി രുച്യതാം.
പിന്നെയോ ബുധജനേർ വാദപരിത്യജ്യത. ബുധജനങ്ങള് സജ്ജനങ്ങളുമായിട്ടുള്ള വാദപ്രതിവാദത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ചൊക്കെ അറിവ് വന്ന നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരുമായിട്ട് തൻ്റെ അറിവിനെ പ്രകടമാക്കാനും, അല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ആചാര്യൻ ഒരു പ്രക്രിയാദശയിലൊക്കെ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾക്ക് കുറച്ച് അറിയാലോ, അത് വെച്ചിട്ട് വിമർശിക്കാനും വാദിക്കാനും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കോലാഹലങ്ങളിലേക്ക് പോകും. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ട് പോയിക്കൂടാ എന്നുള്ളതാണ് കാരുണ്യപൂർവം ആചാര്യൻ ഉപദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുകയാണ് ബുധജനേർ വാദ പരിത്യജ്യത. ബുധജനങ്ങളുമായിട്ടുള്ള വാദപ്രതിവാദത്തെ ഒഴിവാക്കിയാൽ. അങ്ങനെയാണ് മൂന്നാമത്തെ ശ്ലോകത്തിലുള്ള 8 ഉപദേശം. വാക്യാർത്ഥത്തെ, മഹാവാക്യങ്ങളെ ചോദിക്കണം, ഞാൻ ആരാണ് എന്നുള്ള ചോദിക്കണം. അപ്പൊ ഗുരു മഹാവാക്യ ഉപദേശത്തെ നൽകും. അതിനുശേഷം ദുസ്തർക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. ശ്രുതിക്കനുസരിച്ചിട്ടുള്ള തർക്കത്തിൽ മനനത്തിൽ ഏർപ്പെടണം. ഞാൻ ആനന്ദസ്വരൂപിയാണ്, ബ്രഹ്മമാണ് എന്ന് നിരന്തരം ഭാവന ചെയ്യണം. ഗർവിനെ പരിത്യജിക്കണം. ശരീരമാണ് ഞാൻ എന്നുള്ള, ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇതൊക്കെ എന്റേതാണല്ലോ, എന്റേത് ഞാനാവാൻ തരമില്ല എന്നുള്ള ഭാവന നിരന്തരം പുലർത്തണം. ദേഹോഹം അതിരുജ്യതാം ബുധജനേർ വാദപരിത്യജ്യത. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിലുള്ള 8 പടികൾ, 8 ഉപദേശങ്ങൾ. അടുത്തതായിട്ട് 4-ാമത്തെ ശ്ലോകത്തില് ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൌഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ശീതോഷ്ണാദി വിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യം അഭീപ്സ്യതാം ജനകൃപ നൈഷ്ഠുര്യമുത്സൃജ്യതാം. ഇതാണ് 4-ാമത്തെ ശ്ലോകത്തിലുള്ള 8 ഉപദേശം. ആദ്യത്തെ ഉപദേശം ക്ഷുത്ത് എന്ന് പറഞ്ഞാല് വിശപ്പ്, വ്യാധി, അസുഖം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം. അപ്പം വിശപ്പും രോഗവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കണം. ഇപ്പൊ നമ്മള് ദേഹമല്ല ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സ്ട്രീമിലേക്കൊക്കെ കടന്ന് നമ്മള് മരുന്ന് കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വഴിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് സാധന ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ശരീരം നല്ല രീതിയിലല്ല എങ്കിൽ നമുക്ക് വിചാരം നേരെ വഴിക്ക് നടക്കില്ല. ശരീരം നേരെ ഇരിക്കാനോ ഒന്നും ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഡോക്ടർമാരെ, വൈദ്യന്മാരെ കണ്ട് ഇതിനൊക്കെ ചികിത്സ ചെയ്യണം. അതുപോലെ തന്നെ ക്ഷുത്ത് പറഞ്ഞാൽ വിശപ്പ്. ചിലവരങ്ങനെയാണ്, ഞാൻ ശരീരമല്ല എന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് പൂർണ്ണമായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ശരീരമല്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീംസിലേക്കൊക്കെ പോകും. അതുകൊണ്ട് അവിടെ പറയാണ് ക്ഷുത്ത്, അതുപോലെ തന്നെ രോഗം, ഇതൊക്കെ ശരീരത്തിന് വരും. അതിനൊക്കെ വേണ്ട ചികിത്സയെ നമ്മൾ ചെയ്യണം. ഇത് സാധകന്മാർക്കുള്ള ഉപദേശമാണ്, വളരെ പ്രധാനപ്പെട്ടുള്ള ഉപദേശമാണ് എന്നർത്ഥം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൌഷധം ഭുജ്യതാം. ഈ വിശപ്പിന് കഴിക്കുന്നത് ഔഷധമാണ് എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഔഷധമാണ്. വിശപ്പ് എന്നുള്ള രോഗത്തിനുള്ള ഔഷധമാണ് ഭക്ഷണം. അത് ക്രമികമായ രീതിയിൽ കഴിക്കണം. കഴിക്കുന്ന വിഷയത്തിൽ ഇത്ര കഴിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം നമ്മളോട് ശാസ്ത്രം തന്നിട്ടില്ല. ഓരോരുത്തരുടെയും എന്താ പറയാ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അത് അവരവർ ചെയ്യുന്ന ജോലി അതിനൊക്കെ അനുസരിച്ചിട്ടാണ് അതിനെ ക്രമീകരിക്കേണ്ടത് എന്നർത്ഥം. ഉദ്ദേശം ഇതാണ്. ആചാര്യസ്വാമിയുടെ ഭാഷ്യത്തില് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അരവയറാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം. കാൽവയറ് വെള്ളം കുടിക്കണം, വെള്ളത്തിന് വേണ്ടി മാറ്റിവെക്കണം. പിന്നീടുള്ള കാൽഭാഗം പ്രാണന്റെ പ്രവർത്തനത്തിന് വേണ്ടി, വായുപ്രവാഹത്തിന് വേണ്ടിയിട്ടും വിടണം എന്നുള്ളതാണ്. അപ്പൊ അരവയറാണ് ഭക്ഷണം കഴിക്കേണ്ടത്, കാൽഭാഗം വെള്ളത്തിനും കാൽഭാഗം വായു സഞ്ചാരത്തിനുമായിട്ട് മാറ്റിവെക്കണം എന്നുള്ളതാണ് നിർദ്ദേശം.
അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സാധനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ തമസിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ രജസ്സിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ എരിയുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ധ്യാനിക്കാനോ മനനം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കാരണം നമ്മുടെ ചിന്ത മുഴുവൻ ഈ വയറെരിയുന്നതിലേക്കും ഉറക്കം വരുന്നതിലേക്കും ഒക്കെ പോകും. അതുകൊണ്ട് സാധകന്മാര് ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധനക്ക് അനുകൂലമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രതിദിനം ഭിക്ഷ ഔഷധം ഭുജ്യതാം. ഭക്ഷണത്തെ ഭിക്ഷയായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്, തന്റെ അവകാശമല്ല. കാരണം ഇത് ഭഗവാൻ നമുക്ക് തരുന്നതാണ്, പലരിലൂടെ ആയിരിക്കും തരിക. ഇപ്പൊ സന്യാസിമാരൊക്കെ ഭിക്ഷ എടുത്തിട്ടാണ് കഴിയുന്നത്. അപ്പൊ അവർക്ക് ആര് കൊടുത്താലും അത് ഭഗവാന്റെ പ്രസാദമായിട്ടാണ് അവര് മാനിക്കുന്നത്. അത്തരത്തിലുള്ള മനോഭാവം നമ്മൾ പുലർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ തന്റെ അവകാശം പോലെ, താൻ സമ്പാദിച്ചു കൊണ്ടുവന്നാണെന്നുള്ള അവകാശം പോലെ കഴിക്കുന്നതിന് പകരം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഭാവന മാറ്റാം. നാം കഴിക്കുന്നത് ഭിക്ഷയാണ്, ഭഗവാന്റെ പ്രസാദമാണ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കാം, കൺവേർട്ട് ചെയ്ത് എടുക്കാം. പ്രതിദിനം ഭിക്ഷ ഔഷധം ഭുജ്യതാം. അതുപോലെ തന്നെ ഒരു നിർദ്ദേശം, അടുത്ത നിർദ്ദേശമാണ് സ്വാദ്വന്നം നതു യാച്യതാം. ഭിക്ഷ കിട്ടുന്ന സമയത്ത് സാധാരണ പറയും സ്വാദുള്ളത് ചോദിക്കരുത് എന്ന് പറയും. ഇപ്പൊ ഒരു ഭിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് സ്വാദില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നാണ്. നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തൊക്കെ ചിലപ്പം വേണമെങ്കിൽ പറയാം. അല്ലാതെ നമുക്ക് കിട്ടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാത്ത ഭക്ഷണമാണ്, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടാത്ത തരത്തിലുള്ള ഭക്ഷണമാണ് കൊണ്ടുവന്നതെങ്കിൽ അതിനെ നമുക്ക് ഉപേക്ഷിക്കാം. ഉദാഹരണത്തിന് ഞാൻ മത്സ്യമാംസാദികൾ കഴിക്കാറില്ല. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണമാണ് നമുക്ക് ഭിക്ഷയായി കിട്ടുന്നതെങ്കിൽ നമുക്കത് വേണ്ട എന്ന് പറഞ്ഞു പോരുന്നതിന് തെറ്റില്ല. ആ കാര്യമൊക്കെ ഉചിതമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിർദ്ദേശം. സാധ്വന്യം നതു യാച്യതാം. പിന്നെ വിധിവശാ പ്രാപ്തേന സന്തുഷ്യത. വിധിവശാൽ ഭഗവാന്റെ നിയോഗം പോലെ എന്താണോ വന്നു ചേരുന്നത് അതുകൊണ്ട് സന്തോഷിക്കൂ എന്നുള്ളതാണ്. വിധിവശാത് പ്രാപ്തേന സന്തുഷ്യത. എന്താണോ ഭഗവാന്റെ നിശ്ചയം അത് നടക്കട്ടെ. സ്വാമിജി പറയാറുണ്ട്, അച്ഛന്മാരുടെ സ്വാമിജി, എന്താണോ ഭഗവാന്റെ ഇഷ്ടം അത് എന്റെയും ഇഷ്ടമായിട്ട് മാറ്റട്ടെ. ഇന്ന് ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. ഞങ്ങള് ദ്വാദശ ജ്യോതിർലിംഗ യാത്രയിലാണെന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഇവിടെ ഞങ്ങൾ ഭീമാശങ്കറിൽ വന്ന സമയത്ത് അവിടെ ക്ഷേത്രം നവീകരണ പ്രവൃത്തി നടക്കുകയാണ്. അപ്പൊ ആരെയും തന്നെ ക്ഷേത്രത്തിലേക്ക് ഒരു കിലോമീറ്റർ മുമ്പ് വെച്ച് എല്ലാവരെയും തടുക്കണം. ആരെയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പോലീസും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട്. ഞങ്ങളും പോയി നോക്കി, സന്യാസിമാരൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് കടത്തി വിടുന്ന വിചാരിച്ച് യാതൊരു വഴി ഉണ്ടായില്ല. അപ്പൊ ഞങ്ങള് ആദ്യത്തെ 12 ജ്യോതിർലിംഗങ്ങൾ ആദ്യത്തെ ഇതാണ്. അപ്പൊ ആദ്യം തന്നെ ഫെയിലിയർ ആയോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങള് നിരാശപ്പെട്ടു പോവാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് പറഞ്ഞു, എന്താണോ ഭഗവാന്റെ ഇച്ഛ അത് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ദർശനം സാധ്യമല്ല എന്ന് വിചാരിച്ച് തിരിച്ചു പോരുമായിരുന്നു. അപ്പൊ തോന്നി അവിടെ അടുത്ത് തന്നെ ഈ എന്താ പറയാ, ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഒരു കാട്ടിന്റെ അകത്താണ്. അപ്പൊ അവിടെ ദർശിച്ചു പോകാമെന്ന് വിചാരിച്ച് ഞങ്ങള് അങ്ങോട്ടേക്ക് പോയി. കാട്ടിലൂടെ ഒരു 6-7 കിലോമീറ്റർ നടക്കണം. അങ്ങനെ പോകുന്ന സമയത്താണ് എതിർവശത്ത് നിന്ന് അവിടുത്തെ ഒരു പൂജകൻ വരുന്നത് കണ്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു. ഞങ്ങൾ കാട്ടിലൂടെ നടന്ന് ഞങ്ങൾ 5 പേര് അവിടെ പോയി. അവിടെ പോയ സമയത്ത് ഞങ്ങൾ ഇന്നലെ ഒരു സന്യാസിയെ കണ്ടിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് അവിടെ വരാൻ വേണ്ടി ഇൻവിറ്റേഷൻ ഒക്കെ തന്നു. പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്നലെ സംസാരിച്ച സ്വാമിജിയുടെ ആശ്രമം. അപ്പൊ ഞങ്ങൾ നേരെ ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത ക്ഷേത്രത്തിന്റെ മുറ്റത്ത് തന്നെയാണ് ഈ ആശ്രമം. അവിടെ പോയപ്പോ അവിടെ സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജി ഞങ്ങളെ സ്വീകരിച്ചു. അപ്പൊ അവിടെ ആർക്കും പ്രവേശനമില്ല, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അങ്ങനെ സ്വാമിജി പറഞ്ഞു. അപ്പൊ 3 മണിക്ക് ഇന്ന് അവിടെ ആരതി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പൊ സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ 5 പേരും ക്ഷേത്രത്തിൽ കയറി. ആർക്കും പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ കയറി. ഞങ്ങൾ 5 പേര് മാത്രമേ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടുന്ന് സ്വാമിജി ആശ്രമത്തിൽ തന്ന അഭിഷേക ജലം കൊണ്ട് ഞങ്ങള് അഭിഷേകം ചെയ്യാനുള്ള ഭാഗ്യം വരെ ഉണ്ടായി. അപ്പൊ അത് വലിയൊരു ഇതാണ്, വിധിയാണ്. ഭഗവാൻ അങ്ങനെയാണ് നിശ്ചയിച്ചത്. ഞങ്ങൾ നിരാശരായി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മാർഗം കാണിച്ചു തന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് സന്ദേശം. വിധിവശാത് പ്രാപ്തേന. അത് ഭക്ഷണത്തിന് മാത്രമല്ല, എന്താണോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അത് ഈശ്വരന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. അടുത്ത നിർദ്ദേശം ശീതോഷ്ണാദി വിഷഹ്യത. ശീതം ഉഷ്ണം തുടങ്ങി, ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയ എന്നുള്ളതാണ്. എല്ലാ ദ്വന്ദ്ങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ജയം, പരാജയം.
ഇത് ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇത് മാറ്റാനൊന്നും നമുക്ക് സാധ്യമല്ല. പക്ഷെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. അല്ലാതെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ അത് വന്നുകൊണ്ടേയിരിക്കും. ശീതോഷ്ണാദി വിഷഹ്യത. വിഷഹ്യത പറഞ്ഞാൽ സഹിച്ചാലും എന്നുള്ളതാണ്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തില് ഭഗവാൻ ഉപദേശം തരുന്നുണ്ട്. തിദിക്ഷസ്വ, താൻ തിദിക്ഷസ്വ. ഇതിനെയൊക്കെ സഹിച്ചാലും, ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെയൊക്കെ സഹിച്ചാലും. അങ്ങനെ സഹിച്ചാൽ എന്താ ഗുണം എന്ന് ഭഗവാൻ പറയുന്നത് യോഗ്യനായിട്ട് തീരും. അതുകൊണ്ട് ഈ ദ്വന്ദ്വ സഹനം മുഖ്യമാണ്. ദ്വന്ദ്ങ്ങൾ വരും പോവും, വന്നു പോകുന്നവയാണ് എന്നറിഞ്ഞ് വന്നത് പോകും, പോയത് പിന്നെയും വരും, ഇത് വന്നു പോകുന്നതാണ്, ഇതിനാൽ ഞാൻ ബാധിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു മനോഭാവമാണ് ഇവിടെ പുലർത്തേണ്ടത്. ശീതോഷ്ണാദി വിഷഹ്യത. അതുപോലെ തന്നെ നതു വൃഥാ വാക്യം സമുച്ചാര്യത. വെറും വാക്കുകളെ ഉച്ചരിച്ച് നമ്മുടെ ഊർജത്തെ കളയരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അത് വൃഥാ വാക്യം സമുച്ചാര്യത. ഇപ്പൊ ഗുരുക്കന്മാര്, ആചാര്യന്മാര് ചില വാക്യങ്ങള് വളരെ അപൂർവമായിട്ടേ പറയെങ്കിലും ഓരോ വാക്യത്തിലും എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും എന്നുള്ളതാണ് സന്ദേശം. എന്തെങ്കിലും അപ്പം വൃഥാവാക്യങ്ങളെ പറഞ്ഞ് നമ്മുടെ ഊർജത്തെ അനാവശ്യം കളയരുത്. വൃഥാവാക്യം സമുച്ചാര്യത. ഔദാസീന്യം അഭീപ്സ്യത. ഈ നിലയിലൊക്കെ എത്തിയിട്ടുള്ള ആള് ഉദാസത്തെ പുലർത്തണം. മധ്യവർത്തിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ആസീനം, ഉയർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിൽ വഴക്ക് കൂടുന്ന സമയത്ത് അതിൽ ഇടപെടാതിരിക്കുന്ന ഒരവസ്ഥ. പക്ഷം ഭജതേ, ആരുടെയും പക്ഷം പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഉദാസീന ആചാര്യസ്വാമികള് ഒരു പക്ഷത്തെയും പിടിക്കുന്നില്ല എന്നുള്ള, ഞാൻ എന്റെ പണി നോക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ എന്താണ്, ഓരോ പക്ഷത്തെ പിടിച്ച ആ തർക്കത്തിലും എന്താ പറയുക വിവാദത്തിലേക്കൊക്കെ വെറുതെ പോകാൻ ഇടവരും. അതുകൊണ്ട് പറയുന്നു ഔദാസീന്യം അഭീസിതാം. ഉദ്ഭാവം, ഉയർന്ന ഭാവത്തിലേക്ക് തന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള നിരന്തര ചിന്തയെ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ അതിനോടൊന്നും ഒട്ടലില്ലാതെ അതിനോടൊരു എന്താ പറയാ നിർമ്മമനായിട്ട് ഇരിക്കുന്ന ഒരു ഭാവം. ഉദാസീന്യം അഭീപ്സ്യതാം. അടുത്തത് നമുക്ക് കേൾക്കുന്ന സമയത്ത് കുറച്ച് വിവാദമാണ്, കുറച്ച് കടന്ന കൈയാണ് എന്ന് തോന്നും. നൈഷ്ഠുര്യം സൃഷ്ടാം. ജനങ്ങളോട് കൃപയെയും പുലർത്തേണ്ട, ക്രൂരയെയും പുലർത്തേണ്ടതില്ല എന്നുള്ളതാണ്. ജനകൃപ നൈഷ്ഠുര്യം ഉത്സൃജ്യത. അതായത് ഇവിടെ നമ്മുടെ അകത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പരിസരങ്ങളിൽ പല വിഷയങ്ങളും ഉണ്ടാവും. ക്രൂരമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവും, കൃപ പുലർത്തുന്ന കർമ്മങ്ങളൊക്കെ ലോകത്തിൽ നടക്കും. നമ്മൾ രണ്ടിനോടും നേരത്തെ പറഞ്ഞില്ല, കശ്ചിത് പക്ഷം, ആരുടെയും പക്ഷം പിടിക്കുന്നില്ല എന്നുള്ള തലത്തിൽ. കാരണം ഇവിടെ അകത്തേക്ക് തൻ്റെ പോകുന്ന ഒരു ഭാവത്തിലാണ്. അവിടെ നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു മനോഭാവമാണ് ജനങ്ങളോട് കൃപയും വേണ്ട. നമ്മൾ സാധാരണ ചോദിക്കും ഇത്തരത്തിലൊക്കെ നമുക്ക് ജനങ്ങളോട് കൃപ വേണ്ടേ എന്ന്. അത് തൻ്റെ ഡ്യൂട്ടി അല്ല. നമ്മളാരാ കൃപ കൊടുക്കാൻ? അതൊക്കെ ഭഗവാൻ നിശ്ചയിക്കും. ഭഗവാന്റെ തീരുമാനമാണ് അത്തരം വിഷയങ്ങളൊക്കെ. ഇത് സാധകനുള്ള നിർദ്ദേശമാണ്, ജ്ഞാനിക്കോ മറ്റുള്ളവർക്കോ ഉള്ള നിർദ്ദേശമല്ല. അവര് പുലർത്തുന്നെങ്കിൽ പുലർത്തട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ക്രൂരത മറ്റുള്ളവരോട് പുലർത്തരുത് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് കൃപ പുലർത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ പോകണ്ട, അതിൽ വീണ്ടും ഗർവും അഹങ്കാരവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആചാര്യൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് പറയാറുള്ള ഉദാഹരണം ഈ എന്താ പറയാ, ഈ പൂമ്പാറ്റയുടെ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, പുഴുവായിട്ടിരിക്കുന്ന ഭാഗം, അത് നന്നായിട്ട് ആ പുഴുവായിരിക്കുന്ന സമയത്ത് രാവും പകലും ഭക്ഷണം കഴിക്കുക. അത്ര ഇല, പ്രത്യേക ഒരു ഇലയാണല്ലോ അത് കഴിക്കുക. അത് രാവും പകലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കഴിച്ച് അത് പതുക്കെ അത് പ്യൂപ്പയായിട്ട് മാറുന്ന സമയത്ത്, അതിൻ്റെ തന്നെ സിൽക്ക് വേമായി മാറുന്ന സമയത്ത് ഈ കഴിക്കലിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു പിൻവാങ്ങലാണ്. പിന്നെ അവിടെ കഴിക്കലൊന്നുമില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു നൂല് കൊണ്ട് അതിനെ ചുറ്റി അതിൻ്റെ അകത്തുള്ള ഒരു തപസ്സാണ്. ആ ഒരു ഭാവമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ്
പിന്നെ മനോഹരമായിട്ടുള്ള വർണ്ണശലഭമായിട്ടത് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ്. എല്ലാ മഹാത്മാക്കൾക്കും അങ്ങനെ ഒരു ധ്യാനത്തിന്റെ ഒരു ഉൾവലിഞ്ഞിരിക്കുന്നതിന്റെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. രമണ മഹർഷി ആയിരിക്കട്ടെ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനായിരിക്കട്ടെ, അങ്ങനെ അവരൊക്കെ ഒരു പ്രത്യേക ഭാവത്തിൽ ഗുഹയിൽ പോയി ഏകാന്തമായി തപസ് ചെയ്ത് തന്റെ സ്വരൂപം ആ ആത്മനിഷ്ഠ ഉറച്ചു വന്നിട്ടാണ് പിന്നെ സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനൊക്കെ ആ ബോധ്യം ഉറച്ചു വന്നതിന് ശേഷമാണ് പിന്നീട് സമാജ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ സിദ്ധനോട് യാതൊരു ഉപദേശവും ഇല്ല. അത് സിദ്ധൻ അദ്ദേഹത്തിന്റെ എന്താ പറയാ ആ ഭാവനക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇവിടെ സാധകനുള്ള നിർദ്ദേശം ആയതുകൊണ്ട് ഈ ഒരു പിൻവാങ്ങലിന്റെ ഘട്ടമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ഒന്നിലും ഇടപെടണ്ട എന്നുള്ളതാണ് ആചാര്യന്റെ ഉപദേശം. ജനകൃപ നൈഷ്ഠുര്യം ഉത്സൃജ്യതാം. ഇങ്ങനെ അടുത്ത 4ാമത്തെ ശ്ലോകത്തിലുള്ള 8 ഉപദേശം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൌഷധം ഭുജ്യതാം സാധ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ശീതോഷ്ണാദി വിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യം അഭീപ്സ്യതാം ജനകൃപ നൈഷ്ഠുര്യം ഉത്സൃജ്യതാം. അടുത്തത് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് വേണം? ധ്യാനം ചെയ്യണം എന്നുള്ളതാണ്. ധ്യാനത്തിലേക്ക് സ്വാഭാവികമായിട്ടും പ്രവേശിക്കുന്നത്. ഇതൊക്കെ പടിപടിയാണ്. ഓരോന്നും വരുന്ന സമയത്ത് മറ്റുള്ളത് സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ബലപൂർവം ഒന്നും ചെയ്യുന്നതല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന ആൾ എന്ത് വേണം? ഏകാന്തേ സുഖമാസ്യതം. ഏകാന്ത ദേശത്തെ ആശ്രയിച്ച് സുഖമായിട്ട് ഇരിക്കണം. എന്താ പ്രശ്നം? ഏകാന്ത ദേശത്തില് ഇരുന്ന് ധ്യാനിക്കണം എന്നുള്ളതാണ് സന്ദേശം. അപ്പൊ ഇന്ന് നമ്മൾ ഏകാന്തം എന്ന് പറയുന്ന സമയത്ത് കൂട്ടായിട്ടുള്ള ധ്യാനം അതൊന്നും വേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം. അതുപോലെ തന്നെ ധ്യാനിക്കാൻ പോകുന്ന സമയത്ത് മൊബൈല് അടുത്ത് വെക്കുക, സമയം നോക്കുക, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ട് ധ്യാനിക്കുക. അപ്പോഴൊന്നും ധ്യാനം ശരിയാവില്ല. ഏകാന്തമായിട്ട് ധ്യാനിക്കണം. ഏകാന്തേ സുഖം ആസ്യതാം. ഏകാന്തമായ സ്ഥലത്ത് സുഖമായിട്ട് ഇരുന്നാലും. എന്നിട്ടോ എന്താ ചെയ്യേണ്ടത്? ഏകാന്തത്തിൽ പോയിരുന്ന് സുഖമായിട്ട് ഇരുന്നിട്ട് എന്ത് വേണം? പരതരേ ചേതസമാധീയത. പരതരം എന്ന് പറഞ്ഞാല് ഈശ്വരനും അപ്പുറം. പരതരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അതാണ് സ്വരൂപത്തെ കുറിച്ച് ചേതസ് മനസ്സിനെ സമാധീയത ഉറപ്പിച്ചാലും. അപ്പൊ നമ്മുടെ മനസ്സ് പല പല വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയ സുഖം കിട്ടും, ഇവിടെ പോയ സുഖം കിട്ടും, അങ്ങനെ ആശയം എന്ന് പല വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പതുക്കെ പതുക്കെ അവനവന്റെ അഹം പ്രത്യയത്തിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിക്കണം. അപ്പൊ അങ്ങനെ പല വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ എന്തെങ്കിലും ഒരു ഉപാധി ഉപയോഗിച്ചുകൊണ്ട് വേണം മരിക്കി കൊണ്ടുവരാൻ. എന്തെങ്കിലും ഉപാധി കൂടാതെ മനസ്സ് ഒതുങ്ങി വരില്ല. ഒന്നുകിൽ നാമജപം, അല്ലെങ്കിൽ പ്രാണായാമം, ഇന്നലെ സൂചിപ്പിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ പല വഴിക്ക് ഓടുന്ന മനസ്സിനെ, അവനവന്റെ ചേതസ്സിനെ, മനസ്സിനെ പരതരെ അവന്റെ സ്വരൂപത്തിൽ കൊണ്ടുപോയിട്ട് ഇരുത്തണം എന്നർത്ഥം. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. പരതരെ ചേത സമാധീയത എന്ന് പറഞ്ഞാൽ നാമജപാദികളും അതുപോലെ തന്നെ പ്രാണായാമാദികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്, നമ്മളെ മനസ്സിൽ ഉയരുന്ന ചിന്തകളെയൊക്കെ, നമ്മളെ വിചാരങ്ങളെയൊക്കെ നമുക്ക് മാറി നിന്ന് നോക്കി കാണാനുള്ള ഒരു കഴിവ് കിട്ടുന്നു. പതുക്കെ പതുക്കെ ഞാൻ എന്നുള്ള വൃത്തി ഉയർന്നു വരും. ആ വൃത്തിക്കും ആധാരമായിട്ടുള്ള അഹം വൃത്തി ആലംബനം എന്ന് പറയും. അവിടേക്ക് ഒരു ഗുഹയാണത്. ഗുഹ എന്ന് പറഞ്ഞാല് ബുദ്ധി ഗുഹ. അവിടേക്കുള്ള ഒരു പോക്കാണ് ഈ സമാധി എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാലോ അവിടെ പൂർണ്ണാത്മാസു സമീക്ഷത. പൂർണ്ണാത്മാവിനെ, തന്റെ യഥാർത്ഥ സ്വരൂപത്തെ നന്നായിട്ട് ബോധിക്കുന്നു. പൂർണ്ണാത്മാ സുസമീക്ഷത, നന്നായിട്ട് ഈക്ഷിച്ചാലും, നന്നായിട്ട് ബോധിച്ചാലും, അല്ലെങ്കിൽ അതില് അമർന്നാലും എന്നുള്ളതാണ് സന്ദേശം. പൂർണ്ണ ആത്മാസു സമീക്ഷത. പിന്നെയോ അടുത്തതായിട്ട് ജഗതിതം തത് ബാധിതം ദൃശ്യത. തന്റെ ആത്മാവ് തന്നെയാണ് ഇതെല്ലാം ആയിട്ടിരിക്കുന്നത്. ജഗതിതം തത് ബാധിതം, ആ ആത്മാവിനാൽ ബാധിതമാണ്. എന്റെ സ്വരൂപം തന്നെയാണ് ഇതെല്ലാം ആയിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എപ്രകാരമാണോ ഒരേ സ്വർണം പല ആഭരണങ്ങളായിട്ടിരിക്കുന്നത്, എന്നാൽ ആഭരണ ബുദ്ധി പുലർത്തുന്നവരെ സംബന്ധിച്ച് സ്വർണ്ണ ബുദ്ധി കാണില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തി, ഈ തരത്തിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു വ്യക്തി തന്റെ തന്നെ സ്വരൂപമാണ് ഇതെല്ലാമായി
പ്രകടമായിരിക്കുന്നത് എന്ന് ബോധിക്കുന്നത് പോലെ ഒരേ ജലമാണ് തിരമാലയും നുരയും പതയും കുമിളയുമായിട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉറയ്ക്കുന്ന ആ ഒരു ഭാവത്തിലേക്ക്, തത്വനിഷ്ഠയിലേക്ക് ഈ സാധകൻ ഉയരുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് പൂർണ്ണാത്മാസു സമീക്ഷതാം ജഗതിതം തദ്ബാധിതം ദൃശ്യതാം. താൻ തന്നെയാണ് എല്ലാമായിരിക്കുന്നത് എന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ആത്മൈവാഭൂത് വിജാനത എന്ന് പറയുന്നുണ്ട്. താൻ തന്നെയാണ് എല്ലാമായിട്ട് ഇരിക്കുന്നത്. തുടർന്ന് ഇങ്ങനെ സത്യത്തെ സാക്ഷാത്കരിച്ച ആളുകൾക്ക്, മനുഷ്യന്മാർക്ക് 3 കർമ്മമുണ്ട് എന്നാണ് പറയുന്നത്. സഞ്ചിതം, അതുപോലെ ആഗാമി, പ്രാരബ്ധം, ഇങ്ങനെ 3 കർമ്മങ്ങൾ. ജ്ഞാനിയെ സംബന്ധിച്ച്, ഈ തത്വനിഷ്ഠനെ സംബന്ധിച്ച് സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ സമാഹാരത്തിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. പല ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ വാസന സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന സഞ്ചി പോലെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ജീവൻ മുക്തനായിട്ടുള്ള ആള്, വിജ്ഞാനിയായിട്ടുള്ള ആളുടെ ഈ സഞ്ചിത കർമ്മമൊക്കെ ഭസ്മമായിട്ട് പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും ജന്മം എടുക്കാനുള്ള കർമ്മമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അതിനാണ് സഞ്ചിത കർമ്മം മുഴുവൻ കത്തിപ്പോകുന്നു. പ്രാകർമ്മ പ്രവിലാപ്യതാം. പിന്നെയോ ചിതിബലാ, ജ്ഞാനബലത്താൽ നാപ്യുത്തരൈ ശിഷ്യതാം. ആഗാമി കർമ്മവും ഈ ജ്ഞാനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ സഞ്ചിത കർമ്മത്തില് നമ്മൾ ചെയ്ത ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മമാണല്ലോ സഞ്ചിത കർമ്മം. ആ സഞ്ചിത കർമ്മത്തിൽ നിന്ന് കുറച്ച് കർമ്മം എടുത്തിട്ടാണ് നമ്മൾ ഈ ജന്മം എടുക്കുന്നത്. അപ്പൊ ഈ ജന്മം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സഞ്ചിത കർമ്മത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കർമ്മത്തിന് പറയുന്ന പേരാണ് പ്രാരബ്ധ കർമ്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന പ്രാരബ്ധ കർമ്മമാണ്. ഈ പ്രാരബ്ധ കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്ന സമയത്ത് ഈ ജന്മത്തിൽ തന്നെ ചില കർമ്മങ്ങൾ നമ്മൾ ഉണ്ടാക്കും. അതിനെയാണ് ആഗാമി കർമ്മം എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ പറഞ്ഞത് ചിതിബലാ നാപ്യുത്തരൈ ശിഷ്യത. ആഗാമി കർമ്മവും ജ്ഞാനിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അരി അരച്ചു വെക്കുന്നു. ഇതിന്റെ അനുഭവം എപ്പോഴാണ് ഉണ്ടാവുക? നാളെ ദോശയായിട്ട് അനുഭവിക്കുന്നത്. അതുപോലെ ഈ പ്രാരബ്ധ കർമ്മ മുക്തനായിട്ടുള്ള ആളെ സംബന്ധിച്ച് പ്രാരബ്ധ കർമ്മത്തിൽ ഇരുന്ന് ചെയ്യുന്ന കർമ്മങ്ങള് ആഗാമി കർമ്മമായിട്ട് മാറില്ല എന്നുള്ളതാണ് ഉത്തരം. ചിതിബലാ നാപ്യുത്തരൈ ശിഷ്യതാം. പക്ഷെ ജ്ഞാനി ഈ ദേഹത്തിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. കാരണം ഈ ദേഹം എടുക്കാനുണ്ടായിട്ടുള്ള കർമ്മമാണ് പ്രാരബ്ധ കർമ്മം. അതുകൊണ്ട് ഈ ദേഹം നശിക്കുന്നവരെ ജ്ഞാനിക്ക് പ്രാരബ്ധം ഉണ്ടാവും. അപ്പൊ അതാണ് ഒടുവിലായിട്ട് പറഞ്ഞത് പ്രാരബ്ധം ത്യുഹ ഭുജ്യതാം. പ്രാരബ്ധ കർമ്മത്തെ അനുഭവിച്ച് തന്നെ തീർക്കണം. അപ്പൊ ജ്ഞാനി ശരീരങ്ങൾക്കും ഒക്കെ അസുഖങ്ങളൊക്കെ വരും. അത് അവരുടെ പ്രാരബ്ധമാണ് എന്നാണ് പറയാം. വാസ്തവത്തില് ഈ ശരീരത്തിന് വരുന്ന കർമ്മങ്ങള് ജ്ഞാനിയെ ബാധിക്കുന്നില്ല. പക്ഷെ പുറമേ നിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ രമണ മഹർഷിക്ക് ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവന് ക്യാൻസർ വന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് അവർ ഈ ശരീരമല്ല എന്നുള്ള ബോധ്യമാണല്ലോ ജ്ഞാനി എന്നുള്ള ഭാവത്തിലേക്ക് ഉയരുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ശരീരത്തിന് വരുന്നതൊന്നും അവരെ ബാധിക്കുന്നില്ലെങ്കിലും നമ്മളെ തലത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ ശരീരത്തിന് രോഗം വന്നു എന്ന് കാണുന്ന സമയത്ത് അത് പ്രാരബ്ധമാണ്, അത് അനുഭവിക്കണം, അനുഭവിച്ച് തന്നെ തീർക്കണം എന്നുള്ളതാണ് ഉത്തരം. പ്രാരബ്ധം തിഹ ഭുജ്യതാം അധപര ബ്രഹ്മാത്മനാസ്ഥീയതാം. അധപര എന്ന് പറഞ്ഞാൽ മരണശേഷം എന്നല്ല അർത്ഥം. പിന്നീട് അദ്ദേഹം ആ ആത്മനിഷ്ഠനായിക്കൊണ്ട് തന്നെ ജീവിച്ചിരിക്കെ തന്നെ മുക്തനായി തീരുന്നു. ജീവൻ മുക്തിയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മുക്തനായിട്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് മരണവുമില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവം തന്നെ ഞാൻ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. പിന്നെ മരണത്തെ കുറിച്ച് പറയാനില്ലല്ലോ. എന്നെ ജായതേ മ്രിയതേ വാ വിപശ്ചിത് ന്യായം ഭൂത്വ ഭവിത വാനഭൂയ എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അങ്ങനെയുള്ള തന്റെ ജീവിതത്തിന്റെ ഉന്നതമായ ലക്ഷ്യത്തെ അദ്ദേഹം പ്രാപിക്കുന്നു, കൃതാർത്ഥതയിലേക്ക് ഉയരുന്നു. താൻ ഈ ശരീരം കൊണ്ട് നേടേണ്ട പരമാവധി ലക്ഷ്യത്തെ അദ്ദേഹം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ അദ്ദേഹത്തിന് യാതൊരു കർമ്മങ്ങളും ഇല്ല, യാതൊരു തരത്തിലുള്ള ബന്ധനങ്ങളും ഇല്ല. അദ്ദേഹം സദാ സർവത്ര മുക്തനാണ്. ആ തലത്തിലേക്ക് അദ്ദേഹം ഉയരുന്നു. ഇതാണ് 5-ാമത്തെ ശ്ലോകത്തിലുള്ള 8 ഉപദേശങ്ങൾ. നോടി ചൊല്ലാം. ഏകാന്തേ സുഖമാസ്യതാം പരതരെ. ഏകാന്തത്തിൽ പോയിരുന്ന് ധ്യാനിക്കണം. എന്താ ധ്യാനിക്കേണ്ടത്? വിഷയങ്ങളെയല്ല ധ്യാനിക്കേണ്ടത്, അവനവന്റെ തന്നെ സ്വരൂപത്തെ കുറിച്ചുള്ള ധ്യാനത്തെ ചെയ്യണം. നാഹം മനുഷ്യോ നജദേവ യക്ഷോ എന്നുള്ള ആചാര്യസ്വാമികളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള
ധാരാളം നെഗേറ്റ് ചെയ്ത് പോകാനുള്ള തൻ്റെ സ്വരൂപം അല്ലാത്തതിനെയൊക്കെ തള്ളി മാറ്റി ഉള്ളിലേക്ക് ഇറങ്ങി പോകാനുള്ള, തൻ്റെ ബുദ്ധി ഗുഹയിലേക്ക് ഇറങ്ങി പോകാനുള്ള ഒരുപാട് മന്ത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. എന്നിട്ടോ തന്റെ വാസ്തവ സ്വരൂപത്തെ നന്നായിട്ട് ബോധിക്കുന്നു. അഖണ്ഡാകാര വൃത്തി കുറച്ച് കിട്ടുന്നൊക്കെ ടെക്നിക്കലി പറയും. എല്ലാത്തിലുമുള്ള ഏകമായ ചൈതന്യത്തിലെ തന്റെ തന്നെ സ്വരൂപത്തെ കാണാനുള്ള ശേഷി, ആ ശേഷിയാണ് ജഗതിദം തത് ബാധിതം ദൃശ്യത എന്നുള്ളത് കൊണ്ട് പറഞ്ഞത്. തുടർന്ന് ആ ജ്ഞാനിയെ സംബന്ധിച്ച് സഞ്ചിത കർമ്മവുമില്ല, അതുപോലെ തന്നെ ആഗാമി കർമ്മവുമില്ല. പ്രാരബ്ധം, അദ്ദേഹം ഈ ശരീരത്തെ എടുക്കാൻ കാരണമായിട്ടുള്ള ശരീരം അവസാനിക്കുന്നവരെ പ്രാരബ്ധ കർമ്മം ഉണ്ടാവുന്നു. പിന്നെയോ ആ പരമാത്മനിഷ്ഠയില് ആ ഉറപ്പ് അദ്ദേഹം നേടുന്നു, അതില് ഉറച്ചു വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5 ശ്ലോകങ്ങളിലുള്ള 40 പടികളിലുള്ള 40 ഉപദേശത്തിലൂടെ തന്റെ വാസ്തവ സ്വരൂപത്തിലേക്ക് ഉയർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രകരണ ഗ്രന്ഥം ആചാര്യസ്വാമികൾ നമുക്ക് സമ്മാനിച്ചത്. ഇത് വളരെ പെട്ടെന്ന് വിസ്തരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വളരെ പദത്തിന്റെ അർത്ഥം പറഞ്ഞ് മാത്രമേ പോയിട്ടുള്ളൂ, അത്രയും സമയം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക, ഉറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. വിചാരം ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയത്തെ വീണ്ടും നിവർത്തിപ്പിച്ച് തന്റെ സംശയം നീങ്ങുന്നത് വരെ ശ്രവണം, മനനം, അങ്ങനെ മനനം ചെയ്ത് സംശയം തീർന്നിട്ടുള്ള അതില് നമ്മളെ മനസ്സിനെ ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പരമാത്മനിഷ്ഠയിലേക്ക് വരുന്നത്. ആ നിഷ്ഠയിലേക്ക് വരുന്നതിന് ഗുരുപരമ്പരയും സർവേശ്വരനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി സൂചിപ്പിക്കുന്നു, അറിയിക്കുന്നു. ഈ വിഷയം വീണ്ടും വീണ്ടും മനനം ചെയ്യാൻ ഒരു അവസരം കൂടി എനിക്ക് ലഭിച്ചു. ഇതിനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുള്ള ശ്രീ സുദേവനാണ് ഫോണിലൂടെ ബന്ധപ്പെട്ടത്. സുദേവനോടുള്ള കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. നമസ്കാരം സ്വാമിജി. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഈ സമയത്ത് കുറച്ച് സമയമേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന്. സ്വാമിജി, ഈ ഭാഷയും വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹരിയോ ഭാഷ്യവും വ്യാഖ്യാനം ഭാഷ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിന്റെ പ്രത്യേകത ശ്രുതി, യുക്തി, അനുഭവത്തിന്റെ ബേസിലാണ് അദ്ദേഹം ഭാഷ്യങ്ങളൊക്കെ ഭാഷ്യത്തിനും എന്താ പറയാ വ്യാഖ്യാനത്തിനൊക്കെ ലക്ഷണങ്ങളുണ്ട്. അതിന് എനിക്കിപ്പോ തോന്നുന്നില്ല. ഭാഷ്യം നമ്മളെ അനുഭവ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കും. അതാണ് ഭാഷ്യത്തിന്റെ പ്രത്യേകത. വ്യാഖ്യാനം അതുപോലെ തന്നെയാണ്. പക്ഷെ വ്യാഖ്യാനത്തിനേക്കാളും കൂടുതൽ ആഴത്തില് മനനത്തിനൊക്കെ ഉപകരിക്കുന്നത് ഭാഷ്യമാണ്. മറ്റേതില് വെറുതെ ഒരു വ്യാഖ്യാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാഷ്യത്തില് പൂർവപക്ഷത്തെയും അതുപോലെ തന്നെ സംശയത്തെയും ഒക്കെ നിവർത്തിച്ചു കൊണ്ടിട്ടുള്ള ഒരു പോക്കാണ്. ആചാര്യൻ തന്നെ പ്രതിപക്ഷ ഭാഗമാകും, ആചാര്യൻ തന്നെ ഇതാവും, അതുപോലെ തന്നെ സംശയം ഉന്നയിക്കും. താൻ സ്ഥാപിക്കുന്ന വിഷയത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശിഷ്യന്മാരെ കൊണ്ട് സംശയം ചോദിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ കൊണ്ട് സംശയം ചോദിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ ആചാര്യൻ തന്നെ അതിനെ ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്ന രീതിയിലായിരിക്കും ഭാഷ്യം ഉണ്ടാവാം. അതുകൊണ്ട് ഏത് വിഷയമാണോ നമ്മൾ പഠിക്കുന്നത് അതിൽ നല്ല ക്ലാരിറ്റി നമുക്ക് ഭാഷ്യത്തിലൂടെ കിട്ടും. വ്യാഖ്യാനത്തിൽ അത്ര ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. നമസ്തേ. നമ്മുടെ ഇന്നത്തെ ചോദിക്കാനുണ്ട് എന്തെങ്കിലും? ചോദിക്കാന്ന് വിചാരിച്ചു. ചോദിക്കുന്നു. അതെ, എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആഖ്യാനം തന്നെയായിരുന്നു. 2 ദിവസം വളരെ ഒരു സുഖകരമായിട്ടുള്ള വഴിയിൽ കൂടെയാണ് പോയത്. പിന്നെ അതിലെനിക്കൊരു സംശയം, 4-ാമത്തെ ശ്ലോകത്തിലേ
അതിൽ 4-ാമത്തെ ശ്ലോകത്തിൽ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ അതിൽ 2 വരികൾ സ്ഥാനം മാറിയിട്ടാണ്. 3ഉം 4ഉം വരികൾ ഒന്ന് മാറിയിട്ടാണ്. 4-ാമത്തെ വരി 3-ാമതും 3-ാമത്തെ വരി ഇദ്ദേഹം ചൊല്ലിയത് 4-ാമതും ആയിട്ടാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് വിരോധം ഉണ്ടാവില്ലായിരിക്കും, പാഠഭേദവും എന്ന് വിചാരിക്കുന്നു. പാഠഭേദാണ്, വർഷങ്ങളായിട്ട് പ്രചരിച്ചു വരുന്നതാണല്ലോ. പിന്നെ കൂടുതൽ പ്രചാരം വന്നതിലൊക്കെ ഈ പാഠഭേദങ്ങൾ കാണാറുണ്ട്. അത് അത്രേ ഉള്ളൂ. സന്ദേശം സ്വീകരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ക്രമം ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. അതെ, 2 വരിയും കൂടിയിട്ടുള്ള വ്യത്യാസമാണ്. ഏത് വിഷയം ദീർഘകാലം പ്രചരിക്കുമ്പോഴേ ചില പാഠഭേദങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ഹരിയോ. നമസ്തേ. നമുക്കപ്പോ ഇന്നത്തെ വെബിനാറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാധന പഞ്ചകത്തെ എന്ന വിഷയത്തെ പറ്റി സ്വാമിജി തന്നെ പറഞ്ഞിരുന്നു, കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീരാവുന്നതല്ല, കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. എന്നാലും ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ഒരു അറിവ് നമ്മളിൽ ഓരോരുത്തരേക്കും എത്തിച്ച സ്വാമിജിക്ക് ഈ ഒരു അവസരത്തിൽ TVSRCയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ കാര്യക്രമത്തിൽ പ്രാർത്ഥന ചെയ്ത കൃഷ്ണജ, സ്വാഗതം ആശംസിക്കാനെത്തിയ ശ്രീ സുദേവൻ എടമന, അതുപോലെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ശ്രീ മനോജ് കുമാർ KB, അവർക്ക് ഓരോരുത്തർക്കും നമ്മുടെ TVSRCയുടെ പേരിലും ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ശ്രവിക്കാനായിട്ട് ഈ ഒരു വെബിനാറിൽ ശ്രവിക്കാനെത്തിയ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും തീരുന്നതുവരെ എല്ലാവരും ഈ ഒരു സമയത്ത് കയറി എല്ലാ പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ ഈ ഓരോ വെബിനാറും ശ്രവിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. ഹരി ഓം. നമസ്തേ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം.